നടി ആക്രമിച്ച കേസിൽ പൾസർ സുനി ജയിലിൽ തുടരും. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്നും കോടതി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പൾസർ സുനി ജയിലിൽ തുടരും. കോടതിയുടെ നിരീക്ഷണവും എന്താണ്? ശിക്ഷ മരവിപ്പിക്കാൻ തക്ക അസാധാരണ സാഹചര്യം നിലവിലില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. അതായത് ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൾസർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അതിന്റെ ഇടക്കാല ആവശ്യം എന്നുള്ള രീതിയിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി അത് അംഗീകരിക്കാതെ ആ ആവശ്യം തള്ളിയിരിക്കുന്നത്. ഇനി ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിന്മേൽ വിശദമായിട്ട് തന്നെ ഇരുവിഭാഗത്തിന്റെയും, അതായത് പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം നടക്കും. അത് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമൊക്കെ തന്നെ പിന്നീടായിരിക്കും. അതിനെക്കുറിച്ച് കാലതാമസമൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും പൾസർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ശിക്ഷാവിധി റദ്ദാക്കണം എന്നുള്ളതാണ്. ഈ നടി ഈ ഒരു അപ്പീലിലെ ആവശ്യത്തെ തുറന്നെതിർത്തിരുന്നു. അതായത് ഹീനമായിട്ടുള്ള കുറ്റകൃത്യമാണ് നടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ശിക്ഷാവിധി മരവിപ്പിച്ച് ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയും. അത്തരമൊരു സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകപ്പെടുക. അതുകൂടാതെ പ്രോസിക്യൂഷനും സമാനമായിട്ടുള്ള വാദം തന്നെയാണ് ഉന്നയിച്ചത്. അതായത് ഒന്നാം പ്രതി കൊടും കുറ്റവാളിയാണ്, മാത്രമല്ല ജാമ്യത്തിൽ ഇറങ്ങിയ വേളയിൽ പോലും മറ്റ് കേസുകളിൽ അകപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും ശിക്ഷാവിധി മരവിപ്പിക്കരുത് എന്നുള്ള ഒരു ആവശ്യം വാദം എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷനും ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വാദങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് പൾസറിന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. സുരേഷ്, ശരി. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.